എസ് എഫ് ഐയുടെ നിലപാട് എല്ലാ കാലഘട്ടത്തിനകത്തും ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ നമുക്ക് ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളത്. ആദ്യമേ തന്നെ പറയാനുള്ളത്, മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത, നിങ്ങൾ കൊടുക്കുന്ന വാർത്തയിൽ ഒട്ടും ശരിയല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റൽ എന്ന് നാഴേക്ക് 40 വട്ടം പറയുന്ന മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഇത് കേരള യൂണിവേഴ്സിറ്റിക്കകത്തെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലാണ്. ഇതിനകത്ത് ചിലപ്പോൾ VTMNSലെ വിദ്യാർത്ഥികളുണ്ടാവും, KNMലെ വിദ്യാർത്ഥികളുണ്ടാവും, യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടാവും. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിക്കുള്ള വിവിധങ്ങളായ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഇതിനകത്ത് SFIക്കാർ മാത്രമല്ല താമസിക്കുന്നത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിവിധ സംഘടനകൾ വിശ്വസിക്കുന്ന പ്രവർത്തകരായ നേതൃത്വത്തിലുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് നടന്നിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത് നിലവിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സംശയാസ്പദമായി 2 ആളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ, നിലവിൽ മ്യൂസിയം പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ SFI സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങളടക്കം വന്ന് പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു രൂപത്തിലുള്ളത്, ഇനി ആര് തന്നെ ആയാലും, നിലവിൽ SFI പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്നതിനുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SFI പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? അത് ഏത് രൂപത്തിലേക്കാണ് SFI പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത്? ഏത് റൂമിനകത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അപ്പോഴും പറയുകയാണ് SFI ആണ്, SFIയുടെ ഹോസ്റ്റലാണ്, SFIയുടെ നേതൃത്വത്തിലുള്ള ഹോസ്റ്റലാണ് എന്ന്. അത് നിങ്ങൾ കൃത്യമായി ഇതിന്റെ ഫാക്ട് പരിശോധിക്കണം. ആരുടെ കയ്യിൽ നിന്നാണ്? നിലവിൽ ഞങ്ങളോട് ഈ എക്സൈസിൽ വകുപ്പിൽപ്പെട്ട ആളുകളാരും ഇതിന്റെ കൺഫർമേഷനായി പറഞ്ഞിട്ടില്ല. ഇവിടെ നിലവിൽ ഹോസ്റ്റലിൽ നിന്ന് ഇവർ പോയിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ഏത് റൂമിനകത്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് മുകളിലത്തെ ബ്ലോക്കിൽ നിന്ന് റൂമിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബ്ലോക്കിനകത്ത് നിലവിൽ ഒരു SFI പ്രവർത്തകനും ആ ബ്ലോക്കിനകത്ത് താമസിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ആരാണ് എന്നുള്ളതിൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും SFIയുടെ ഉറപ്പ്, ഒരു തരത്തിലേക്കുള്ള SFIയുടെ മെമ്പർഷിപ്പിനകത്തോ നേതൃത്വത്തിലുള്ള ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് പരിശോധനയ്ക്ക് വന്നത് ആവശ്യപ്പെട്ട പ്രകാരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് സ്വാഭാവികമായും ഇവിടെയെന്നല്ല മുഴുവൻ സ്ഥലത്തും പരിശോധിക്കപ്പെടണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്തണമെന്ന് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതെ, പോയെന്നും പറയുന്നു. പക്ഷെ അത് ആരാണ് എന്നുള്ളതല്ല, തമിഴ്നാട് സ്വദേശിയാണ് ഇതിനകത്ത് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാള് SFIയുടെ പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. അത് ഏത് കോളേജിലാണെന്ന് അറിയില്ല, നമുക്ക് പറഞ്ഞില്ല. അത് ഇവിടെ അഡ്മിഷനുള്ള ആളല്ല. നമ്മൾ പിടിച്ചു കൊടുത്തു എന്ന് പറയുന്നത് സംശയാസ്പദമായി ഹോസ്റ്റൽ പരിസരത്ത് കറങ്ങി ഹോസ്റ്റലിനുള്ളിൽ വരികയും ചെയ്ത ആളെയാണ് പിടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് മ്യൂസിയം പോലീസിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഇവിടെ കൃത്യമായി അവിടെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം പോലീസിന് അത് കൃത്യമായി അറിയുകയും ചെയ്യും. ഇത് വിദ്യാർത്ഥിയായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവര്? അല്ല, സൂചനയല്ല, അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ. വിദ്യാർത്ഥിയോ? നമുക്കറിയില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നിരവധിയായ കുട്ടികളുണ്ട്. നമുക്കിൽ പറയുന്ന മുഴുവൻ ആളുകളെ അറിയില്ല. നമുക്കിതിനകത്ത് കുറെ ആളുകളെ നമുക്കറിയാം. പക്ഷെ ഈ പിടിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരം നിലവിൽ ലഭിച്ചിട്ടില്ല, ഇവർ തന്നിട്ടില്ല. SFIയിലെ പ്രവർത്തനത്തിൽ SFI പ്രവർത്തകരായിട്ടുള്ള ആരും ഇതിനകത്തില്ല. തമിഴ്നാടുകാരനെന്നുള്ള നിലവിൽ ഹോസ്റ്റലിലെ അഡ്മിഷൻ ഉള്ളതാണോ എന്ന് ആദ്യം നമ്മൾ കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാർഡൻ ഇല്ല ഇവിടെ നിലവിൽ. വാർഡൻ നിലവിൽ ഹോസ്റ്റലിൽ ഇപ്പോൾ നിലവിലില്ല, പുള്ളി പുറത്താണുള്ളത്. നിലവിൽ ഹോസ്റ്റലൈസർ ആണോ എന്ന, ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണോ എന്നുള്ളതിൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ ഈ ഹോസ്റ്റലിൽ വിട്ട് വിദ്യാർത്ഥികൾ പോകണം, അവധിയായതുകൊണ്ട് പോകണം, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? നിലവിൽ ഹോസ്റ്റലിനകത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മറ്റേ ഒരു പകർച്ചവ്യാധിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ചില വിദ്യാർത്ഥികൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ഏപ്രിൽ നടക്കുന്ന പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ ഹോസ്റ്റലിനകത്തുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് പഠിക്കുന്ന ചിലരെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ഇന്റേണൽസുമായിട്ട് ബന്ധപ്പെട്ട് അടക്കം നിങ്ങൾക്കറിയാമല്ലോ, കേരള യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലും പരീക്ഷ നടക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. നിങ്ങളിലുള്ള ആരും അല്ല എന്ന് പറയാനാണോ ഇവിടെ വന്നത്? ഇവിടെ നിങ്ങൾ ഈ പരിശോധന അല്ല, സ്വാഭാവികമായും ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ നിലപാടെടുക്കുന്ന സംഘടനയാണ് SFI. SFIക്കകത്ത്, ഈ ഹോസ്റ്റലിനകത്ത് SFIയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണ്.
ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധങ്ങളായ ക്യാമ്പസുകൾക്കകത്ത് SFIകളായിട്ടുള്ള വിദ്യാർത്ഥികളും സ്വാഭാവികമായിട്ട് ഈ ഹോസ്റ്റലിനകത്ത് ഇൻമേറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതെന്താ തെറ്റ്? വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിനകത്ത് വരാൻ പാടില്ല എന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും സ്വാഭാവികമായി ഒരു ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടായാൽ നമ്മൾ അതിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളടക്കം ഇതിനെ സ്വാഗതം ചെയ്ത് നിലപാടെടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ തെറ്റുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിലവില് ചെറിയൊരു അളവ് എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായി പരിശോധന കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പറയുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കാം കഞ്ചാവ് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. പരിശോധന കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമില്ല. മറ്റു കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കൃത്യമായി പറയും. നമ്മൾ ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. കേട്ടില്ല. CPMന്റെ പ്രാദേശിക നേതാക്കൾ, ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ പരിശോധന സമയത്ത് പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴെത്തിയത്. ഞങ്ങൾ എപ്പോഴാണല്ലോ എത്തിയത്? നിങ്ങൾ എത്തുന്നതിന് മുന്നേ പുറത്ത് CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ അല്ല, പ്രാദേശിക നേതാക്കന്മാർ സ്വാഭാവികമായും ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകളാണല്ലോ പ്രാദേശിക നേതാക്കന്മാർ. അവർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഞങ്ങൾ ഇപ്പോഴാണ് എത്തിയത്. ഞങ്ങളെത്തിയപ്പോൾ സ്വാഭാവികമില്ല. ഞങ്ങളെപ്പോഴാണ് എത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMന്റെ പ്രാദേശിക നേതാക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നമ്മൾ അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാം.